അടിയന്തരാവസ്ഥയും അതിനെ തുടർന്ന് വന്ന ഒരു കാലവും 80കളിൽ കേരളത്തിലുണ്ടായ രാഷ്ട്രീയവും സാംസ്കാരികവുമായ മുന്നേറ്റങ്ങളുടെ കേന്ദ്രങ്ങൾ ക്യാമ്പസുകളായി. അക്കാലത്താണ് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചിരുന്നത്. എമർജൻസി കാലത്ത് പിടികൂടപ്പെട്ട SFI സഖാക്കളും മറ്റും അന്ന് ക്യാമ്പസിൽ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ജനകീയ സാംസ്കാരിക വേദി കോഴിക്കോട് നടത്തിയ ഡോക്ടർമാരുടെ ജനകീയ വിചാരണയ്ക്ക് ശേഷം നാടകങ്ങളുമായി രംഗത്തേക്ക് വരുന്നത്. തെരുവ് നാടകങ്ങൾ. വയനാട്ടിലെ ആദിവാസികളുടെ നാടകം നാടുഗദ്ദിക KJ ബേബി സംവിധാനം ചെയ്ത് വയനാട്ടിലെ ആദിവാസികളായ പെൺകുട്ടികളും യുവാക്കളും അഭിനയിച്ച ആ നാടകവുമായി KJ ബേബി തിരുവനന്തപുരത്തെത്തുന്നത് എമർജൻസി കഴിഞ്ഞ കാലത്താണ്. അന്ന് വിദ്യാർത്ഥിയായിരുന്ന ഞാനുൾപ്പെടെയുള്ള ആളുകൾ നാടുഗദ്ദിക സംഘവുമായി തിരുവനന്തപുരം ജില്ലയിൽ ഉടനീളം സഞ്ചരിക്കുകയും ആ നാടക പ്രവർത്തകർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുകയും അന്ന് പല സ്ഥലങ്ങളിൽ വെച്ചും CPM സഖാക്കളും പോലീസും നാടക സംഘത്തെ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്ത സംഭവങ്ങളുണ്ടായി. വെഞ്ഞാറമൂട്, നെടുവങ്ങാട്, തിരുവനന്തപുരത്തെ ചെങ്കൽച്ചൂള തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ നാടകം അരങ്ങേറുമ്പോൾ പോലീസിൻ്റെ വല്ലാത്ത നടപടികളാണ് നേരിടേണ്ടി വന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാലം തെരുവ് നാടകങ്ങളുടെയും ജനകീയ കവിതകളുടെയും കാലമായിരുന്നു. ക്യാമ്പസുകളിൽ നിന്ന് പണിശാലകളിലേക്കും മറ്റും കടമനിട്ട ഉൾപ്പെടെയുള്ള കവികൾ ഇറങ്ങി വരികയും സ്വന്തം കവിതകൾ ചൊല്ലുകയും ജനങ്ങളിലേക്ക് കവിത എത്തിക്കുകയും ചെയ്ത ഒരു കാലം. അന്ന് സമതാളം എന്ന് പറയുന്ന പ്രസിദ്ധീകരണം എൻ്റെ പരേതനായ ജ്യേഷ്ഠ സഹോദരൻ S. ജയകുമാർ പത്രാധിപരായി ആരംഭിച്ച സമതാളം. ആ സമതാളത്തിൻ്റെ പ്രവർത്തനവുമായി ഞങ്ങൾ നടക്കുന്ന കാലത്താണ് സാംസ്കാരിക വേദി പ്രവർത്തനം സജീവമായി ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് രാഷ്ട്രീയ പ്രവർത്തനം, മറുഭാഗത്ത് സാംസ്കാരിക വേദി പ്രവർത്തനം, മറ്റൊരു ഭാഗത്ത് സമതാളത്തിൻ്റെ പ്രവർത്തനം. അങ്ങനെ പത്രപ്രവർത്തനവും രാഷ്ട്രീയവും എല്ലാം കൂടിക്കലർന്ന ഒരു ക്യാമ്പസ് ജീവിതമായിരുന്നു 80കൾ സമ്മാനിച്ചത്. അക്കാലത്ത് ഡോക്ടർ K. പണിക്കർ, കവിയായിരുന്ന അയ്യപ്പ പണിക്കർ അന്ന് കേരള സർവകലാശാലയുടെ ഇംഗ്ലീഷ് വിഭാഗം മേധാവിയായിരുന്നു. കടമനിട്ട രാമകൃഷ്ണൻ അന്ന് P&D ഓഫീസിലെ അക്കൗണ്ട്സ് ഓഫീസറായിരുന്നു. ശാസ്ത്രമംഗലത്തെ ഓഫീസിലായിരുന്നു അദ്ദേഹം. ബാലേന്ദ്രൻ ചുള്ളിക്കാട് അന്ന് പഠിത്തമെല്ലാം കഴിഞ്ഞ് തൊഴിൽരഹിതനായി നടക്കുന്ന കാലമായിരുന്നു. A. അയ്യപ്പനും തിരുവനന്തപുരത്ത് തമ്പടിച്ചിരുന്ന സമയം. D. വിനയേന്ദ്രനും VP ശിവകുമാറും നരേന്ദ്രപ്രസാദും യൂണിവേഴ്സിറ്റി കോളേജിലെ അധ്യാപകർ. ഇവരെയെല്ലാം ഏകോപിപ്പിക്കുന്ന ഒരു ഘടകമായിരുന്നു മാർക്സിസ്റ്റ് സൈദ്ധാന്തികനായ പ്രൊഫസർ B. രാജീവൻ. മലയാള വിഭാഗത്തിൻ്റെ അന്നത്തെ തലവൻ ONV ആയിരുന്നു. അങ്ങനെ ONVയും
ബി രാജീവനും നരേന്ദ്രപ്രസാദും വി പി ശിവകുമാറും ഡി വിനേന്ദ്രനും അടക്കമുള്ള സാഹിത്യകാരന്മാരും കവികളും ക്യാമ്പസിൽ ഉണ്ടായിരുന്ന സമയം. ഇവരോടുള്ള എല്ലാം അന്നുണ്ടായ അടുപ്പവും ആത്മബന്ധവുമാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിലായാലും പത്രപ്രവർത്തനത്തിലായാലും ഒരടിത്തറയുണ്ടാക്കാൻ ഞങ്ങളെ സഹായിച്ചത്. അന്ന് യൂണിവേഴ്സിറ്റി കോളേജ് യൂണിയൻ മാഗസിൻ എഡിറ്ററായും ചെയർമാനായും പ്രവർത്തിക്കുമ്പോൾ എൻ്റെ യൂണിയനിലും SFI യൂണിറ്റിലും പ്രധാനപ്പെട്ട റോളുകൾ വഹിച്ചിരുന്ന ആർട്സ് ക്ലബ് സെക്രട്ടറി സുധീർ, അതുപോലെ കേരളകൗമുദിയുടെ ചീഫായി പിന്നീട് മാറിയ MM സുബൈർ, അതുപോലെ ജില്ലാ ജഡ്ജിയായി പിന്നീട് മാറിയ സതീഷ് ചന്ദ്ര ബാബു, കാനറ ബാങ്കിലെ ഉദ്യോഗസ്ഥനും ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെ സംസ്ഥാന നേതാവുമായി മാറിയ C സുരേഷ് കുമാർ, ഫോറസ്റ്റ് വകുപ്പിലെ ഉദ്യോഗസ്ഥനായി റിട്ടയർ ചെയ്ത CN ഹരി തുടങ്ങിയ ഒരു സംഘം തന്നെ ഈ പ്രവർത്തനങ്ങളിൽ എന്നോടൊപ്പം ഉണ്ടായി. ഇതെല്ലാം പറഞ്ഞു വരുമ്പോൾ എനിക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ആളുകൾ നേരത്തെ പറഞ്ഞ എൻ്റെ മാഷ് കൂടിയായ പ്രൊഫസർ B രാജീവനും സമതാള പ്രവർത്തനങ്ങളിൽ എന്നെ സഹായിച്ചിരുന്ന കടമനിട്ടയും ഉൾപ്പെടെയുള്ള ആളുകളാണ്. അന്ന് വൈദ്യുതി ബോർഡിൽ ഉദ്യോഗസ്ഥനായിരുന്ന ജ്യേഷ്ഠ സഹോദരന് കിട്ടുന്ന ശമ്പളം കൊണ്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ നിന്ന് കിട്ടുന്ന ഫീസ് കൊണ്ടും ആണ് സമതാളം എന്ന പ്രസിദ്ധീകരണം നടത്തിവരുന്നത്. പരസ്യം കിട്ടാനോ മറ്റ് രീതിയിൽ പണമുണ്ടാക്കാനോ അറിയാത്ത ഒരു കാലം. വിദ്യാർത്ഥികളായ ഞങ്ങൾ പരസ്യം പിടിക്കാൻ നടന്ന് തളർന്ന് അവശരാകുമ്പോൾ സമീപിക്കുന്ന ആളുകളായിരുന്നു കടമനിട്ടയും അതുപോലെ തന്നെ ഡോക്ടർ അയ്യപ്പ പണിക്കരും. ശാസ്ത്രമംഗലത്തെ ആഫീസിലേക്ക് ഉച്ച സമയത്തെത്തുമ്പോൾ കടമനിട്ട സ്വസിദ്ധമായ ചിരിയുമായി ഞങ്ങളെ സ്വീകരിക്കുകയും ഞങ്ങളോടൊപ്പം പൈപ്പിൻ മൂട്ടിലെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് കടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വയറു നിറയെ ഭക്ഷണം വാങ്ങിത്തരികയും പിരിയാൻ നേരത്ത് പോക്കറ്റിലേക്ക് തൻ്റെ പോക്കറ്റിലുള്ള കാശ് തിരികെ വെച്ചു തരികയും ചെയ്യുന്ന ഒരു കാലം. കടമനിട്ടയെ ബുദ്ധിമുട്ടിക്കാതിരിക്കുന്ന ദിവസങ്ങളിൽ നേരെ ചെല്ലുക യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിലേക്കാണ്. അവിടെ അയ്യപ്പ പണിക്കർ സാർ ചിലപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നാലും എന്നെ കാണുമ്പോൾ അദ്ദേഹം പുറത്തേക്ക് വരികയും ഞാൻ വന്ന കാര്യം മനസ്സിലാക്കി ഒന്നും ചോദിക്കാതെ അദ്ദേഹം എനിക്ക് 100-200 രൂപ ഞങ്ങൾക്ക് തരികയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും തന്നെ സർഗപരമായ സൃഷ്ടിപരമായ സഹായം ചെയ്യുന്നതിനപ്പുറമായിരുന്നു ഞങ്ങളോടുള്ള സ്നേഹം. അന്ന് G അരവിന്ദൻ, പ്രശസ്തനായ സംവിധായകൻ G അരവിന്ദൻ സജീവമായിരിക്കുന്ന കാലമാണ്. അദ്ദേഹവും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ട്യൂട്ടേഴ്സ് ലൈനിലുള്ള G അരവിന്ദന്റെ വീട്ടിലേക്കും വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ചെല്ലുകയും അദ്ദേഹം ഞങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ പ്രഗത്ഭരായ അന്നത്തെ സാഹിത്യകാരന്മാരുടെയും സൈദ്ധാന്തികരുടെയും സഹായത്തോടു കൂടിയാണ് സമതാളം എന്ന പ്രസിദ്ധീകരണം നടത്തിയിരുന്നത്. അന്ന് സമതാളം മാത്രമല്ല, പ്രസക്തി, പ്രമുക്തി, പ്രഥി, സംക്രമണം, മണമ്പൂർ രാജൻ ബാബുവിൻ്റെ ഇന്ന്, ആൾക്കൂട്ടം, D പ്രദീപ് കുമാറിൻ്റെ ആൾക്കൂട്ടം തുടങ്ങി അത് ലിറ്റിൽ മാഗസിനുകളുടെ ഒരു കാലമായി. അതുപോലെ തന്നെ ലിറ്റിൽ മാഗസിനുകളുടെ കാലം എന്നതുപോലെ ഫിലിം സൊസൈറ്റികളുടെ കാലവുമായി. അടുത്തിടെ അന്തരിച്ച
ചിത്രലേഖ ഫിലിം സൊസൈറ്റിയുടെ ഭാസ്കരൻ നായരും അടൂർ ഗോപാലകൃഷ്ണനും ചേർന്ന് ചിത്രലേഖ ഫിലിം സൊസൈറ്റി നടത്തി വന്നിരുന്ന കാലം. അതേ സമയത്താണ് ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങൾ ജനകീയ ചലനചിത്ര എന്ന ഫിലിം സൊസൈറ്റി ആരംഭിക്കുന്നത്. അതേ സമയത്ത് തന്നെയാണ് സൂര്യ കൃഷ്ണമൂർത്തി സൂര്യ ഫിലിം സൊസൈറ്റി ആരംഭിക്കുന്നത്. ജനകീയ ചലനചിത്ര ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുകയും അന്ന് ഞങ്ങൾ പട്ടം കൽപ്പന തിയേറ്ററിൽ വെച്ച് ഘട്ടക്കിന്റെ 7 സിനിമകൾ പ്രദർശിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ ജനകീയ ചലനചിത്ര തുടർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന സൂര്യയേക്കാൾ വലിയ പ്രസ്ഥാനമായി കേരളത്തിൽ അതുണ്ടാവുമായിരുന്നു. പക്ഷേ വിദ്യാർത്ഥികളായിരുന്ന ഞങ്ങൾക്ക്, തൊഴിലന്വേഷകരായിരുന്ന ഞങ്ങൾക്ക് മറ്റ് തൊഴിൽ തേടി പല സ്ഥലങ്ങളിലേക്കും പോകേണ്ടി വന്നപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ നിലച്ചു പോവുകയായി. ഈ സന്ദർഭത്തിൽ മറ്റൊരു കാര്യം ഓർക്കുന്നത്, അടിയന്തരാവസ്ഥ കാലത്ത് ചുട്ടുകൊല്ലപ്പെട്ട സുബ്ബറാവു പാണിഗ്രാഹി എന്ന കവി, അദ്ദേഹത്തിന്റെ സ്മാരകമായി ആറ്റിങ്ങലിൽ ഞങ്ങൾ സൂര്യരേഖ എന്ന് പറയുന്ന ഒരു സാംസ്കാരിക കേന്ദ്രവും ഒരു ബുക്ക് സ്റ്റാളും ആരംഭിച്ചു. ആ ബുക്ക് സ്റ്റാളിൽ സുബ്ബറാവു പാണിഗ്രാഹിയുടെ കവിതകളും അന്ന് ലഭ്യമായിരുന്ന എല്ലാ മാർഷ്യൻ പുസ്തകങ്ങളും ഞങ്ങൾ ശേഖരിച്ചു. നിരോധിക്കപ്പെട്ട ചില പുസ്തകങ്ങളും അക്കൂട്ടത്തിൽ ഉൾപ്പെട്ടു എന്നത് ആ കാലത്തിന്റെ പ്രത്യേകതയാണ്. പോലീസും CPM-ഉം ചേർന്ന് ഞങ്ങളുടെ ആ ബുക്ക് സ്റ്റാൾ റൈഡ് ചെയ്യുകയും അടിച്ചു തകർക്കുകയും ചെയ്തതോടെയാണ് ആറ്റിങ്ങലിലത്തെ സൂര്യരേഖയുടെ പ്രവർത്തനം അവസാനിച്ചത്. അന്ന് 70ഓളം ചെറുപ്പക്കാരാണ് സൂര്യരേഖയിൽ അംഗങ്ങളായിട്ടുണ്ടായത്. സൂര്യരേഖയുടെ പ്രവർത്തനം ആറ്റിങ്ങലിന്റെയും തിരുവനന്തപുരത്തിന്റെയും സാംസ്കാരിക പ്രവർത്തനത്തിൽ ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. അന്ന് ഞങ്ങൾ മധുമാസ്റ്ററും സംഘവും സത്യൻ മുഖേരിയും സേതുവും അടക്കമുള്ളവർ അവതരിപ്പിച്ച പടയണി, സ്പാർട്ടക്കസ്, അമ്മ തുടങ്ങിയ നാടകങ്ങൾ ആറ്റിങ്ങലിൽ കൊണ്ടുവന്ന് അവതരിപ്പിച്ചു. ചിത്രകാരനായിരുന്ന A.C.K. രാജയും A.C.K. രാജയുടെ ഭാര്യ സ്റ്റെല്ലയും ഉൾപ്പെടെയുള്ളവരായിരുന്നു അമ്മ നാടകത്തിന്റെ പ്രധാന ആളുകൾ. ഈ നാടകം ജനകീയമായിട്ടാണ് ആറ്റിങ്ങലിൽ അവതരിപ്പിച്ചത്. 1 രൂപയും 2 രൂപയും ആളുകളിൽ നിന്ന് സംഭാവന സ്വീകരിച്ചുകൊണ്ട് ഈ നാടകങ്ങൾ ആറ്റിങ്ങൽ ബോയ്സ് ഹൈസ്കൂളിന്റെ ഗ്രൗണ്ടിൽ വെച്ച് നടത്തി. അന്നും CPM-ന്റെ ഭാഗത്തു നിന്നും ആ നാടകങ്ങൾക്ക് നേരെ കല്ലേറ് വരികയുണ്ടായി. അന്ന് യൂണിവേഴ്സിറ്റി കോളേജിലെ എൻ്റെ സുഹൃത്തുക്കളും തിരുവനന്തപുരത്തെ ചില സുഹൃത്തുക്കളും സ്കൂളിൻ്റെ ഗേറ്റിൽ കാവൽ നിന്നുകൊണ്ടാണ് ആ നാടകം അവസാനിക്കുന്നതുവരെ ജനങ്ങളെ സംരക്ഷിച്ചത്. അങ്ങനെ പോലീസുമായും CPM-ഉമായും രാഷ്ട്രീയമായി ഫൈറ്റ് ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസവും സാംസ്കാരിക പ്രവർത്തനവും നടത്തിയിരുന്ന ആ കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഓർമ്മ വരുന്ന 1-2 കാര്യങ്ങൾ. വൈലോപ്പള്ളിയും കടമനിട്ടയും ബാലേന്ദ്രൻ ചുള്ളിക്കാടും സംവിധായകൻ P. പത്മരാജനും അടക്കമുള്ളവരെ അണിനിരത്തിക്കൊണ്ട് യൂണിവേഴ്സിറ്റി കോളേജ് സെന്ററി ഹാളിൽ ഞങ്ങൾ നടത്തിയ ഒരു കവിയരങ്ങ്. ആ കവിയരങ്ങ് ആ കാലത്തെ ഒരു അപൂർവ സംഭവമായിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിലെ 3000-ഓളം വരുന്ന കുട്ടികളിൽ ബഹുഭൂരിപക്ഷം ഈ കവികളെ കാണാനും കവിത കേൾക്കാനും വന്നുകൂടിയിരുന്നു. അപ്പൊ ക്യാമ്പസുകളിൽ ആരംഭിച്ച ആ കവിയരങ്ങ് പിന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ മാത്രമല്ല, മഹാരാജാസിലേക്കും ബർണൻ കോളേജിലേക്കും പാലക്കാട് വിക്ടോറിയയിലേക്കും അങ്ങനെ കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലേക്കും കടമനിട്ടയും ബാലേന്ദ്രനും A. അയ്യപ്പനും D. വിനയേന്ദ്രനും അടക്കമുള്ള കവികൾ കവിത ചൊല്ലുന്ന ഒരു സംസ്കാരത്തിലേക്ക് നാം എത്തി. പിന്നീട്
ഈ കവിതകൾ കാസറ്റിലാക്കി രാജ്യത്തിന് പുറത്തേക്ക് പോലും എത്തിക്കുന്ന സംഭവമുണ്ടായി. അന്ന് സംക്രമണത്തിന്റെ എഡിറ്ററായിരുന്ന പ്രിയദാസ് ജി മംഗലത്താണ് ആദ്യമായി ഈ കവിതകളുടെ കച്ചവട മൂല്യം കണ്ടെത്തുന്നത്. അദ്ദേഹം അത് കാസറ്റിലാക്കി വിദേശങ്ങളിലേക്ക് പോലും വ്യാപാരം നടത്തി. അങ്ങനെ കവിതകൾക്ക് രാജ്യ അതിർത്തികൾ പോലും കടന്നു പോകാൻ കഴിഞ്ഞ ഒരു കാലമായിരുന്നു അത്. അപ്പോൾ സാംസ്കാരിക പ്രവർത്തകരും കവികളും നാടക പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും കൈകോർത്ത് പിടിച്ചുകൊണ്ട് നാടകദിഗ പോലെയുള്ള തെരുവ് നാടകങ്ങളും പടയണിയും അമ്മയും സ്പാർട്ടക്കസും പോലെയുള്ള നാടകങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് നിലവിലുള്ള വ്യവസ്ഥിതിക്കെതിരെ വലിയൊരു കലാപത്തിന് ആഹ്വാനം ചെയ്തിരുന്ന കാലം. ഇപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത്, വെഞ്ഞാറമൂട്ടിൽ നാടകദിഗ നടത്തിയതിനു ശേഷം അന്ന് EK നയനാനായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി. നാടകദിഗ നിരോധിക്കുകയും നാടകദിഗ സംഘത്തിലുണ്ടായിരുന്ന മല്ലിക, ഗീത എന്ന് പറയുന്ന 2 ആദിവാസി പെൺകുട്ടികളെ ദുർഗുണ പരിഹാര പാഠശാലകളിലേക്ക് അയക്കുകയും ബാക്കിയുള്ളവരെ ജയിലിലടക്കുകയും ചെയ്തു. ഞാനുൾപ്പെടെയുള്ളവർ ഒളിവിൽ പോവുകയായി. അന്ന് ഇടതുപക്ഷ സർക്കാർ ഞങ്ങൾക്കെതിരെ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലെ പ്രധാന ആരോപണം ഉണരുവിൻ ഉയരുവിൻ പട്ടിണിയുടെ തടവുകാരെ എന്ന വിപ്ലവ ഗാനം ആലപിച്ചു എന്നതായി. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ സോങ്ങാണ് ഈ പറയുന്ന ഗാനം. ലോകത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും നിഷേധിക്കാനാവാത്ത ആ ഗാനം ആലപിച്ചു എന്ന കുറ്റം ചുമത്തിയാണ് അന്ന് നാടകദിഗ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതും ആ പെൺകുട്ടികളെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയച്ചത്. അപ്പോൾ ഏത് കാലത്തും അധികാരത്തിൽ ഇരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ കലാപം നടത്തുന്ന അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്ന സഖാക്കളോട് എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നതിന് ഉദാഹരണമായിരുന്നു അന്നത്തെ പ്രവർത്തനം. ഇന്നിപ്പോ കോഴിക്കോട് വിദ്യാർത്ഥികളായ താഹയും മറ്റും നക്സൽ എന്ന് മുദ്ര കുത്തി അറസ്റ്റ് ചെയ്ത് ദിവസങ്ങളായി ജയിലിലടച്ചിരിക്കുകയാണ്. NIA അന്വേഷിക്കുന്ന ആ കേസിൽ അവർ മാവോയിസ്റ്റുകളാണെന്ന് തെളിയിക്കാനുള്ള ഒരു രേഖയും ഇതുവരെ പോലീസിനോ NIAക്കോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത്തരം കേസുകളിൽ 90 ദിവസം കഴിഞ്ഞാൽ സ്വാഭാവികമായി ബെയിൽ ലഭിക്കാനുള്ള, ജാമ്യം ലഭിക്കാനുള്ള അർഹത അവർക്കുണ്ട്. അതുപോലും നിഷേധിക്കപ്പെട്ട് LLB വിദ്യാർത്ഥിയായ യുവാവും ജേർണലിസം വിദ്യാർത്ഥിയായ യുവാവും ഇപ്പോഴും ജയിലിൽ കഴിയുകയാണ്. ഇത്തരത്തിൽ ചൈനയിലായാലും ഇന്ന് കേരളത്തിലായാലും കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളോട് പുലർത്തുന്ന സമീപനം, ആ സമീപനത്തിനെതിരെയാണ് പലപ്പോഴും നക്സലൈറ്റുകളായാലും മാവോയിസ്റ്റുകളായാലും അവരെ എന്ത് പേരിട്ട് വിളിച്ചാലും അവർ കലാപങ്ങൾ ഉയർത്തുന്നു. ശരിക്കും ചോദ്യം ചെയ്യാനും മാറ്റത്തിനു വേണ്ടി സമരം ചെയ്യാനും പ്രക്ഷോഭം നടത്താനും കലാപം നടത്താനും ഉള്ള സ്വതസിദ്ധമായ പ്രേരണ കമ്മ്യൂണിസ്റ്റുകൾക്കുള്ളതാണ്. അപ്പോൾ അധികാരത്തിലെത്തുമ്പോൾ സമരത്തിൻ്റെ പാത, കലാപത്തിൻ്റെ പാത, ചോദ്യം ചെയ്യാനുള്ള മനസ്സ് എല്ലാം കമ്മ്യൂണിസ്റ്റുകൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഭാഗമായി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന് മാറിയോ അന്നു മുതൽ അവർ
അവർക്ക് കിട്ടിയ സുഖസൗകര്യങ്ങളും ഭരണകൂട സൗകര്യങ്ങളും നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഒരു പങ്കപ്പാടില്ല. 35 കൊല്ലത്തോളം തുടർ ഭരണം നടത്തിയ ബംഗാളിൽ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭരണം നഷ്ടപ്പെട്ടു? അതുപോലെ തുടർ ഭരണം ലഭിച്ച ത്രിപുരയിൽ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ഭരണം തൂത്തെറിഞ്ഞ് ജനങ്ങൾ BJPയെ സ്വീകരിച്ചു? ബംഗാളിൽ മമതാ ബാനർജി ആയാലും ത്രിപുരയിൽ BJP സർക്കാർ ആയാലും വരാൻ കാരണക്കാർ യഥാർത്ഥത്തിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെ. കാരണം ഇവർ ജനങ്ങളിൽ നിന്ന് അകന്നുപോയിരിക്കുന്നു. ഈ സത്യം ബംഗാളിലെ ഓരോ തെരഞ്ഞെടുപ്പ് പരാജയ സമയത്തും പോളിറ്റ് ബ്യൂറോ ഉൾപ്പെടെയുള്ള പാർട്ടി ഘടകങ്ങൾ വിലയിരുത്തിയതാണ്. ജനങ്ങളിൽ നിന്ന് അകന്നുപോയിരിക്കുന്നു. ജനങ്ങളിലേക്ക് വീണ്ടും കടന്നു ചെല്ലാനും നഷ്ടപ്പെട്ടുപോയ ജനകീയ ബന്ധങ്ങൾ തിരിച്ചുപിടിക്കാനും നടപടിയെടുക്കും എന്ന പ്രമേയവും മറ്റും പാസാക്കുകയും ചെയ്തു. പക്ഷേ കേരളത്തിൽ പോലും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം ഭരണത്തിലിരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഒരു നയവും, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മറ്റൊരു നയവും എന്ന നിലപാടാണ് ഏത് കാലത്തും അവർ സ്വീകരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി എനിക്ക് ഓർമ്മ വരുന്നത്, അടിയന്തരാവസ്ഥയിൽ ഉരുട്ടിക്കൊല്ലപ്പെട്ട പി രാജന്റെ അച്ഛൻ ഈശ്വര വാര്യർ നടത്തിയ നിയമ പോരാട്ടം. മരണം വരെ പോലീസ് ഭീകരതയുടെ പ്രതീകമായിരുന്നു രാജൻ. എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന പി രാജനെ ഒരു നാടകത്തിൽ അഭിനയിച്ചു എന്ന കുറ്റം ആരോപിച്ചാണ് അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തതും പിന്നീട് ഉരുട്ടിക്കൊന്നതും. അന്ന് ആ ഉരുട്ടിക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത പുലിക്കോടൻ നാരായണനും ജയറാം പടിക്കലും ലക്ഷ്മണയും മുരളീകൃഷ്ണദാസും അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ. അതിൽ വർഗീസ് കൊലക്കേസിൽ ലക്ഷ്മണ ശിക്ഷിക്കപ്പെട്ടതൊഴിച്ചാൽ പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട ഒരു സഖാക്കളുടെ പേരിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥരും കേരളത്തിൽ ശിക്ഷിക്കപ്പെട്ട ചരിത്രം. വർഗീസിനെ വെടിവെച്ചു കൊന്ന പോലീസുകാരനായ രാമേന്ദ്രൻ നായർ കുറ്റബോധം കൊണ്ട് ആ സത്യം വിളിച്ചു പറയുകയും കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്തതുകൊണ്ടാണ് പിന്നീട് CBI കേസ് അന്വേഷിച്ചതും ലക്ഷ്മണ കുറ്റക്കാരനാണെന്ന് കണ്ടതും ലക്ഷ്മണയെ ജയിലിൽ അടച്ചത്. അങ്ങനെ അടിയന്തരാവസ്ഥക്കെതിരെ കലാപം ചെയ്ത് ജയിലിൽ പോവുകയും അതിനെതിരെ സമരം നടത്തുകയും ചെയ്ത സഖാക്കൾ പോലും ആ കാലം മറക്കുകയും ഇന്ദിരാഗാന്ധി ആ കാലത്ത് ചെയ്ത പത്രമാരണ നിയമത്തെക്കാൾ ഫാസിസത്തെക്കാൾ കടുപ്പമേറിയ ഫാസിസ്റ്റ് നടപടികൾ വിമർശകർക്കെതിരെ, സമരം ചെയ്യുന്നവർക്കെതിരെ സ്വീകരിക്കുന്ന സങ്കടകരമായ കാഴ്ചയാണ് കേരളത്തിൽ നാം കാണുന്നത്. എന്തുകൊണ്ടാണ് മമതാ ബാനർജി ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് കോട്ടകൾ പിടിച്ചടക്കിയതും CPMന്റെ ഓഫീസുകൾ പോലും പ്രവർത്തനരഹിതമായതും BJP അവിടെ 2ാം സ്ഥാനത്തേക്ക് ഉയർന്നു വന്നതും ത്രിപുരയിൽ ഭരണം പിടിച്ചെടുത്തതും ഈ സഖാക്കളുടെ കണ്ണ് തുറപ്പിക്കാതെ? മറ്റൊരു കാര്യം കൂടി ഓർമ്മ വരുന്നത് EMSന്റെയും സുർജിത്തിന്റെയും കാലം. EMS ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോഴും സുർജിത്ത് ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോഴും ഇന്ത്യൻ രാഷ്ട്രീയം എങ്ങോട്ട് പോകണം, ആരിന്ത്യ ഭരിക്കണം എന്നെല്ലാം തീരുമാനിച്ചിരുന്ന ശക്തിയായി CPMും CPIയും ഉൾപ്പെട്ട ഇടതുപക്ഷം വളർന്നു. കോൺഗ്രസ് നേതാക്കൾ, അത് രാജീവ് ഗാന്ധി ആയാലും സോണിയാഗാന്ധി ആയാലും
കമ്മ്യൂണിസ്റ്റുകാരുമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരവസ്ഥ രാജ്യത്തുണ്ടായിരുന്നു. പാർലമെന്റിൽ 64 മുകളിൽ എംപിമാരുണ്ടായിരുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇന്ന് പാർലമെന്റിലുള്ള അംഗസംഖ്യ വിരലിൽ എണ്ണാവുന്നത് മാത്രമാണ്. ഇത്തരത്തിൽ പാർലമെന്ററി വ്യാമോഹത്തിൽ പെട്ടുപോയ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇടതുപക്ഷവും ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയും അവർക്ക് ലഭ്യമായ സുഖസൗകര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ആരാണ് മുഖ്യ ശത്രു എന്ന കാര്യത്തിൽ പ്രകാശ് കാരാട്ടും ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി യെച്ചൂരിയും തമ്മിലുണ്ടായ തർക്കം മോഡി നേതൃത്വം നൽകുന്ന BJP ഫാസിസ്റ്റുകളാണ് എന്ന യെച്ചൂരിയുടെ നിലപാട് അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത കാലഘട്ടം. മുഖ്യ ശത്രു BJP ആണോ കോൺഗ്രസ് ആണോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത CPM-ന്റെ കേന്ദ്ര നേതൃത്വം കഴിഞ്ഞ 6 കൊല്ലത്തെ ഭരണം കൊണ്ട് മോഡി സർക്കാർ ഫാസിസ്റ്റാണോ അല്ലയോ എന്ന കാര്യം വ്യക്തമായി കഴിഞ്ഞു. മുഖ്യ ശത്രു BJP ആണെന്ന കാര്യവും എല്ലാവർക്കും ഇന്നറിയാം. എന്നിട്ടും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒന്നിച്ചു നിൽക്കേണ്ട പ്രതിപക്ഷം രാജ്യത്ത് ആകെ ശിഥിലമായ അവസ്ഥയിലാണ്. ഈ കൊറോണ കാലത്ത് പോലും ഏകപക്ഷീയമായ നടപടികളുമായി മോദി സർക്കാർ മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരും ഏകപക്ഷീയ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. വിമർശിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ അവകാശം പോലും ചോദ്യം ചെയ്യപ്പെടുന്നു. വിമർശനം ഉന്നയിക്കുന്നവരെ നേരിട്ടും അല്ലാതെയും സൈബർ ആക്രമണത്തിലൂടെയും കീഴ്പ്പെടുത്താം എന്നാണ് 2 സർക്കാരുകളും കരുതുന്നത്. BJP സർക്കാർ പറയുന്നത് അക്ഷരം പ്രതി ഞങ്ങൾ അനുസരിക്കുന്നു എന്ന് പറയാൻ ഇന്ന് പിണറായി സർക്കാരിന് ഒരു മടിയുമില്ല. എല്ലാം ലോകത്തെ ബാധിച്ചിരിക്കുന്ന കൊറോണയുടെ പേരിലാണ്. എന്ത് മഹാരോഗം ബാധിച്ചാലും ആ രോഗത്തിനെതിരെ പോരാടുമ്പോൾ തന്നെ ജനങ്ങളുടെ താല്പര്യങ്ങൾ, ജനങ്ങൾ പട്ടിണി കിടന്നു മരിക്കാത്ത ഒരവസ്ഥ, അവർക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരന്തരീക്ഷം, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥ, അത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് വേണം ഏത് ദുരന്ത കാലത്തും ഒരു ജനകീയ സർക്കാർ മുന്നോട്ട് പോകേണ്ടത്. ആ തിരിച്ചറിവ് മോഡി സർക്കാരിനും പിണറായി സർക്കാരിനും ഉണ്ടാവാത്തിടത്തോളം കാലം ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിത അടിയന്തരാവസ്ഥയായിരുന്നെങ്കിൽ അപ്രഖ്യാപിതമായ ഒരു അടിയന്തരാവസ്ഥയുടെ നാളുകളിലൂടെയാണ് നാം കടന്നു പോകുന്നത് എന്ന യാഥാർത്ഥ്യം നാം ഓരോ